നൈറ്റ് കെയർ സിറത്തിലുള്ള പ്രത്യേകത എന്താണ്? എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് തുളസി ആയിക്കോട്ടെ, നീം ആയിക്കോട്ടെ, പാലായിക്കോട്ടെ, റൈസ് ബ്രാൻ ആയിക്കോട്ടെ, എല്ലാ ഇൻഗ്രീഡിയൻസും എന്തിലുണ്ട്? നൈറ്റ് കെയർ സിറമിലുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ആലോവേര ഉണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, നറുനീണ്ടി എന്നൊക്കെ പറയുന്ന സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ മാറാനായിട്ട് സഹായിക്കുന്ന നറുനീണ്ടി, മഞ്ചിഷ്ട, അതേപോലെ മഹുവ ചാൽ എന്ന് പറഞ്ഞ ഒരു ഇലിപ്പ എന്ന് പറയുന്ന ഒരു മരമുണ്ട്. അതിന്റെ പൂവും കായും അതേപോലെ തൊലിയും ഒക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസും നമ്മുടെ നൈറ്റ് കെയർ സിറമിലുണ്ട്. നൈറ്റ് കെയർ സിറം എന്തിനാണ് രണ്ട് ടൈപ്പ് സിറം? രാവിലെ ചെയ്യുന്ന ഡ്യൂട്ടി അല്ല രാത്രി നമ്മൾ സിറം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. രാത്രി നമ്മളിത് ഉപയോഗിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് സ്കിൻ റിപ്പയർ ആവുകയാണ് ചെയ്യുന്നത്. സ്കിന്നിൽ ദിവസം മുഴുവൻ ഉണ്ടായിരിക്കുന്ന ഡാമേജ് കൊണ്ടിട്ടുള്ള വെയിൽ, അതുകൊണ്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ മാറാനായിട്ട് രാത്രി നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് അതിന്റെ റിപ്പയർ ചെയ്യൽ നടക്കുകയാണ്. പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ മുഖം നല്ല ഫ്രഷ് ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നൈറ്റ് കെയർ സിറമിൽ ഒരു ഇതേപോലെ തന്നെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു ഈ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് കൂടുതലുണ്ട്. റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. രാത്രി എങ്ങനെയാണ് നമ്മൾ സിറം യൂസ് ചെയ്യേണ്ടത്? ഈ സിറവും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം. രാത്രി ഉപയോഗിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു തുള്ളി എടുത്തു കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്ത് പാച്ച് ടെസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? രാത്രി നമ്മൾ വന്നു, തിരിച്ച് ഫീൽഡിൽ നിന്നൊക്കെ വന്നു, വർക്കൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മുഖം നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകാം. മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഐലൈനർ, കാജലൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ വൈപ്സ് വെച്ച് തുടച്ച് കളഞ്ഞതിന് ശേഷം മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകുക. ഓയിലി ഫേസ് ആണെങ്കിൽ മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകുക. നന്നായി പാറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഗ്ലോ അപ്പ് റോസ് ലൈറ്റ് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നൈറ്റ് കെയർ സിറം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ പുരട്ടണ്ട, വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, കിടന്നുറങ്ങും. പിറ്റേ ദിവസത്തേക്ക് തന്നെ ചെറുതായിട്ട് നമുക്ക് വ്യത്യാസം കാണാനായിട്ട് പറ്റും. മുഖത്ത് കാണുന്ന തിളക്കം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഒരാഴ്ച അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, മുഖത്തുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ വേറൊരാൾക്ക് തിരിച്ചറിയുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങളായിരിക്കും. മുഖത്തുള്ള പാടുകൾ മാറാനായിക്കോട്ടെ, കരിമംഗലം മാറാനും, മുഖത്തുള്ള ഡ്രൈനെസ് മാറാനും, മുഖത്ത് വേണ്ട ഹൈഡ്രേഷൻ കൊടുക്കാനും ഒക്കെ സഹായിക്കും. സംശയമെടുത്തത് ഇതായിരുന്നു, ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും ഉപയോഗിക്കും. 1-2 തുള്ളി മാത്രം മതി, വേറൊരു ക്രീം വേണ്ട. നമ്മുടെ സിറം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം. പിമ്പിൾസ് ഉള്ളവർക്കും ഇതേപോലെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലാത്തരം ടോക്സിൻസ് മാറാനായിട്ടും സ്കിന്നിൽ വേണ്ട നറിഷ്മെന്റ് കൊടുക്കാനായിട്ടും, സ്കിന്നിൽ എന്തെങ്കിലും ഇതേപോലെയുള്ള അസുഖങ്ങളോ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും സഹായിക്കുന്ന 100% നാച്ചുറൽ ആയിട്ടുള്ള സിറമാണ്. എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും അപ്ലൈ ചെയ്യണം.